നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. LDC 2027 ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ 5 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അല്ല എങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കുട്ടികൾ നിങ്ങൾക്ക് മുൻപേ കയറി ഓടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് ഒന്ന് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനുള്ള ഏറ്റവും മികച്ച അവസരമാണ് വന്നിരിക്കുന്നത്. LDC 2027 മക്കളെ ഇപ്പോഴേ തുടങ്ങിക്കോ. അതിനുള്ള 5 കാരണങ്ങൾ. ഒന്നാമത്തേത് വേക്കൻസി തന്നെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയി ഓരോ കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ കാരണങ്ങൾ ഇതിനകത്തിലുണ്ടാകും. ഒന്ന് വേക്കൻസിയാണ്, രണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ്, മറ്റൊന്ന് ഇതിന്റെ സിലബസ്, അതിനുശേഷം കോമ്പറ്റീഷൻ ആൻഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. മക്കളെ, ആദ്യത്തേത് വേക്കൻസിയാണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളുടെ വേക്കൻസിയാണ്. ആദ്യത്തേത് നോക്കിയ മക്കളെ, ആദ്യത്തേത് ഈ നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ വേക്കൻസിയാണ്. അതായത് 503/2023 എന്ന് പറയുന്ന നിലവിലുള്ള LDC റാങ്ക് ലിസ്റ്റിന്റെ വേക്കൻസികൾ പോയിട്ടുള്ളതാണ്. ദെൻ മറ്റൊന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് 207/2019 തൊട്ട് മുമ്പ് അവസാനിച്ച റാങ്ക് ലിസ്റ്റിന്റെ വേക്കൻസികളാണ്. ഇത് നോക്കിയ മക്കളെ, തിരുവനന്തപുരം ജില്ലയിൽ 52 വേക്കൻസികൾ നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഏതാണ്ട് 34ഓളം വേക്കൻസികൾ റിപ്പോർട്ടും ആകുന്നുണ്ട്. ടോട്ടൽ ഒരു 86ഓളം വേക്കൻസികൾ വരുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. നേരത്തെ വേക്കൻസികൾ കുറവായിരുന്നുവെങ്കിലും ഇപ്പോൾ അത്യാവശ്യം മൂവ് ചെയ്ത് വേക്കൻസികൾ പോകുന്നുണ്ട് എന്നുള്ളത് ശുഭകരമായ കാര്യമാണ്. കഴിഞ്ഞ തവണ 1347 അഡ്വൈസുകളാണ് അവിടെ പോയിട്ടുള്ളത്. ഞാൻ കൊല്ലം ജില്ല എടുത്താൽ 50 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 23ഓളം വേക്കൻസികൾ വരുന്നുണ്ട്. ആകെ 73ഓളം വേക്കൻസികൾ ടോട്ടൽ റിപ്പോർട്ട് ആവുന്നുണ്ട്. കഴിഞ്ഞ തവണ 867 വേക്കൻസികളാണ് കൊല്ലം ജില്ലയിൽ പോയത്. പത്തനംതിട്ട നോക്കിയാൽ പത്തനംതിട്ടയിൽ 49 അഡ്വൈസുകൾ നിലവിൽ പോയി. 14 വേക്കൻസികളോളം റിപ്പോർട്ട് ആവുന്നുണ്ട്. ടോട്ടൽ 53 വേക്കൻസികളോളം വരുന്നുണ്ട്. 686 വേക്കൻസികളാണ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. കോട്ടയമാണെങ്കിൽ നിലവിൽ 75ഓളം വേക്കൻസികൾ വരുന്നുണ്ട്. 770 അഡ്വൈസുകൾ കഴിഞ്ഞ തവണ പോയി. ഇടുക്കി 50 വേക്കൻസികൾ വരുന്നുണ്ട്. 570 വേക്കൻസി കഴിഞ്ഞ തവണ പോയിട്ടുണ്ട്. ആലപ്പുഴ 46 വേക്കൻസികൾ ടോട്ടൽ വരുന്നുണ്ട്. 780ഓളം വേക്കൻസികൾ പോയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് പോവാത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ കൂടെയാണ്. ടോട്ടൽ അഡ്വൈസ് പോയതും അഡ്വൈസ് പോവാതെ ഇപ്പോഴും കിടക്കുന്ന വേക്കൻസികൾ, ഈ നിങ്ങൾക്ക് നേരത്തെ AV ആയിട്ടൊക്കെ തന്നിരിക്കുന്ന ആന്റിസിപ്പേറ്ററി വേക്കൻസികളായിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. എറണാകുളം 95, 1200 ആയിരുന്നു കഴിഞ്ഞ തവണ. തൃശ്ശൂര് 98, കഴിഞ്ഞ തവണ 1142 വേക്കൻസി പോയി. പാലക്കാട് 88, കഴിഞ്ഞ തവണ 1019 വേക്കൻസിയാണ് പോയത്. അപ്പൊ അത്യാവശ്യം നിയമനങ്ങൾ ഇപ്പോഴേ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായെങ്കിലും വീണ്ടും അത് കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നുണ്ട്. മലപ്പുറം ടോട്ടൽ 88 വേക്കൻസി ഇപ്രാവശ്യമുണ്ട്. 1109 വേക്കൻസി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കോഴിക്കോട് 81 നിയമനങ്ങൾ അല്ലെങ്കിൽ വേക്കൻസികൾ പോയിട്ടുണ്ട്. 1032 അഡ്വൈസുകൾ കഴിഞ്ഞ തവണ പോയതാണ്. വയനാട് നോക്കിയാൽ 27, കഴിഞ്ഞ തവണ 415. കണ്ണൂർ 60, കഴിഞ്ഞ തവണ 1028. കാസർഗോഡ് 15, കഴിഞ്ഞ തവണ 435. ഇത്രയും അഡ്വൈസുകളാണ് കഴിഞ്ഞ 207/2019 അഡ്വൈസിൽ പോയത്, അല്ലെങ്കിൽ കാറ്റഗറി നമ്പറിൽ പോയത്. ഇത്തവണ 503/2023 കാറ്റഗറി നമ്പറിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പോയിട്ടുണ്ട്. അതായത് അത്യാവശ്യം വേക്കൻസികൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും ഒരു 2.5 വർഷത്തോളം അടുത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്യാവശ്യം വേക്കൻസികൾ ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ തീർച്ചയായും അടുത്ത LDക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ കൈയിടുക്കിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ LDC, അല്ലെങ്കിൽ ഇപ്പൊ 36 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതാണ്ട് 36 വയസ്സ് കഴിഞ്ഞവർക്ക് 4 വർഷം കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 40 വയസ്സ് വരെ ഇപ്പൊ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 43 വയസ്സ് വരെ OBCക്കും, 45 വയസ്സ് വരെ SC/STക്കും എഴുതാൻ പറ്റും. അപ്പൊ അത്രയും ആളുകൾക്ക് കൂടി എക്സാം എഴുതാനായിട്ടും പറ്റും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നല്ലൊരു അവസരമാണ് പഠിച്ചു തുടങ്ങാനായിട്ട്. മറ്റൊന്ന്, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കോമ്പറ്റീഷൻ ലെവലാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കട്ട് ഓഫ് 72 ആയിരുന്നു. കൊല്ലം 58.33 ആയിരുന്നു. പത്തനംതിട്ട 58.33 ആയിരുന്നു. ആലപ്പുഴ 62.67, കോട്ടയം 64.67, ഇടുക്കി 62.33, എറണാകുളം 67, തൃശ്ശൂർ 60, ദെൻ പാലക്കാട് 64, മലപ്പുറം 66 ആണ് കേട്ടോ. ദെൻ കോഴിക്കോട് 69, വയനാട് 67, കണ്ണൂർ 57,
കാസർഗോഡ് 59. അതായത് നിങ്ങൾ ഒരു 80+ എത്തിക്കാനായിട്ടുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കോണം. ഒരു 80+ എത്തിയാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ജോലി ഉറപ്പിച്ചോ, ജോബ് നിങ്ങൾ അങ്ങ് സെക്യൂർ ആക്കിക്കോ, ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. ആ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പോകണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം ഏജ് റിലാക്സേഷൻ വന്നു. അപ്പൊ ആപ്ലിക്കൻസിന്റെ എണ്ണം കുറച്ചുകൂടി ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. ആപ്ലിക്കൻസിന്റെ എണ്ണം കുറച്ചുകൂടി കൂടാൻ, ഒരുപാടൊന്നും കൂടാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു 12 ലക്ഷത്തോളം ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു 5% കൂടിയൊക്കെ ചിലപ്പോൾ ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആ കോമ്പറ്റീഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 80+ മാർക്കിനെ കൊണ്ട് എത്തിക്കാൻ പറ്റണം. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യണം? അവിടെ ബേസ് തൊട്ട് പഠിക്കണം. ബേസ് തൊട്ട് അഡ്വാൻസ് ലെവലിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഇനി മൂന്നാമത്തെ കാരണം നോക്കിയേ, സിലബസ് ആണ്. നിങ്ങൾക്ക് സിലബസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് 503/2023 വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, ലാസ്റ്റ് LD നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് LD നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ സെയിം സിലബസ് തന്നെയാണ്. ഒരു മാറ്റവും സിലബസുമായി ബന്ധപ്പെട്ട ഇനിയും ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് ചരിത്രത്തിൽ 5 മാർക്ക് തന്നെയാണ്, ഭൂമിശാസ്ത്രത്തിൽ 5 മാർക്ക് തന്നെയാണ്, മാറ്റമുണ്ടാവില്ല. ധനതത്വശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് വളരെ കുറച്ച് ടോപ്പിക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കാണ്, കേരളവും ഭരണ സംവിധാനവും 5 മാർക്കാണ്, ജീവശാസ്ത്രം 6 മാർക്കാണ്, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായികം സാഹിത്യം 5 മാർക്കാണ്. ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് CA കറണ്ട് അഫെയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ, സുപ്രധാന നിയമങ്ങൾ 3 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ആണ്. പിന്നീട് ഞാൻ മേളിൽ പറഞ്ഞ 5 മാർക്കിന് ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കോളം വരാം കറണ്ട് അഫെയറിൽ നിന്ന്, ആർട്സ് സ്പോർട്സ്, അങ്ങനെ ആകെ 23 മാർക്കോളം കറണ്ട് അഫെയറിൽ നിന്ന് ചോദിക്കാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 10 മാർക്ക് വീതം. ഇങ്ങനെ 100 മാർക്ക് 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് ഇറങ്ങിക്കോണം. ഈ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒന്നും ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾ പഠിച്ചു വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട്, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒരു അവസരം കൂടി കിട്ടുകയാണ്. ഇനി മറ്റൊരു കാരണം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. മക്കളെ, കഴിഞ്ഞ തവണ അതായത് 503/2023 കാറ്റഗറി നമ്പറിൽ എത്ര പേരാണ് ഓരോ ജില്ലയിലും അപേക്ഷിച്ചത്? തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷിച്ചത് 1,70,344 പേരായിരുന്നു. കൊല്ലം ജില്ലയിൽ 1,77,141 പേരായിരുന്നു. പത്തനംതിട്ട 38,636, കോട്ടയം 43,691, ഇടുക്കി 45,106, ആലപ്പുഴ 62,510 പേരായിരുന്നു. എറണാകുളം ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ആളുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ 73,774 പേരാണ്. പാലക്കാട് 83,822 പേരായിരുന്നു. മലപ്പുറം 1,41,559 പേരായിരുന്നു. കോഴിക്കോട് 96,000, വയനാട് 40,000, കണ്ണൂർ 88,000, കാസർഗോഡ് 36,000 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ PSC പരീക്ഷകളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആപ്ലിക്കൻസിന്റെ എണ്ണം എന്താ ചെയ്യാറ്? കുറയാറാണ് അല്ലെ? ഓരോ വർഷം കഴിയുന്തോറും ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞു വരിക. ഇത്തവണ ഡിഗ്രി പ്രിലിംസ് എഴുതാനുള്ള കുട്ടികളുടെ എണ്ണം കുറവാണ്. അങ്ങനെ ഓരോ വർഷവും ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള അത്രയും ആപ്ലിക്കൻസ് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറയാനുള്ള സാധ്യതയില്ല. നിലവിലുള്ള അത്രയുമോ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. മക്കളെ, ഈ 5 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യത്തെ LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം. നമുക്കറിയാം, LD എക്സാമിനേഷൻ 2027 നടക്കാൻ പോകുന്നത്. 2026 ലാസ്റ്റ് ഡിസംബറോട് കൂടിയിട്ടാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു കിട്ടിലിന് അവസരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2027 പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ട്? ഏതാണ്ട് ഒരു വർഷം നിങ്ങൾക്ക് കുറഞ്ഞത് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുകയാണ്. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുകയാണ്. നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ മക്കളെ എന്തുമാത്രം വലിയൊരു അവസരമായിരിക്കും, എത്ര മനോഹരമായ ഒരു അവസരമായിരിക്കും നഷ്ടപ്പെടുക. മക്കളെ, ഇതിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നാണ്, നാളെയല്ല, ഇന്നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇന്നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്ന് വൈകുന്നേരം 5 മണിക്ക്, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എന്തുണ്ട്, ഇതിന്റെ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ട്. ഓറിയന്റേഷൻ സെഷനോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ, അതായത് മാർച്ച് 3-ാം തീയതി രാവിലെ 12 മണി മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അടിപൊളിയായി പഠിച്ചു പോവാൻ,
ഏറ്റവും മികച്ച നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആദ്യമേ പഠിക്കാൻ റെഡിയാണെങ്കിൽ ബേസ് തൊട്ട് പഠിക്കുന്ന എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്. നിങ്ങൾ ഇവിടെ ജോഗ്രഫി അമൽ സാറാണ് എടുക്കുക, അതേപോലെ തന്നെ എക്കണോമിക്സ് എടുക്കുന്നത് ഞാനും നമ്മുടെ പ്രവീൺ സാറും ഒക്കെ ചേർന്നിട്ടാണ്. പിന്നെ ഇവിടെ ബയോളജി, ഫിസിക്സും കെമിസ്ട്രിയും, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ എക്സ്പേർട്ട് ഉണ്ട്. ആ എക്സ്പേർട്സ് ആണ് ഈ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട PDF നോട്ടുകൾ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രിന്റ് എടുക്കാൻ കഴിയുന്ന, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ കഴിയുന്ന A4 സൈസ് നോട്ട്, വെറുതെ ക്ലാസ്സിന്റെ നോട്ട് സ്ലൈഡ് അല്ല, A4 സൈസ് നോട്ടുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മോക്ക് എക്സാമുകൾ, അത് ഡെയിലി ബേസിസിലും കാണും, അതേപോലെ തന്നെ വീക്ക്ലി ബേസിസിലും നിങ്ങൾക്ക് എക്സാമുകൾ വന്നുകൊണ്ടേയിരിക്കും. പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ, ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നിങ്ങളുടെ സമയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഫാക്കൽറ്റീസ് നേരിട്ട് വരുന്ന ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും മക്കളെ. ആ ടെലഗ്രാം സപ്പോർട്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ, ടെലഗ്രാമിൽ സപ്പോർട്ട് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കൃത്യമായി പഠിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേരം ഓറിയന്റേഷന് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തോടാം. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു എയർലി ബിഡ് ഓഫറാണ്. അതായത് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബാച്ച് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു എയർലി ബിഡ് ഓഫറാണ്. ഈ ഓഫർ ഇന്നും അതേപോലെ തന്നെ നാളെയും മാത്രമായിരിക്കും ഉണ്ടാവുക. ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എടുത്തോ. 250 സീറ്റ് മാത്രമായിരിക്കും. അതിൽ കുറേ സീറ്റുകൾ ഫില്ലായി, ഇനി കുറച്ച് സീറ്റുകൾ കൂടി ഉള്ളൂ. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോടാം. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോണം. അതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷനിലേക്ക് വരാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ 8281223366 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 വിളിച്ചാൽ മതി. ഇനി നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ആപ്പ് കിടപ്പുണ്ട്. അവിടെ കയറി ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മറക്കണ്ട, LDC 1 ബാച്ച് നിങ്ങളുടെ 1ാം റാങ്ക് ഉറപ്പിക്കുന്ന ബാച്ചായിരിക്കും. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബാച്ചായിരിക്കും. ഇന്ന് വൈകുന്നേരം ഓറിയന്റേഷൻ സെഷനിൽ കാണാം. മറക്കണ്ട.